കൊച്ചിയിൽ എത്രത്തോളം നഴ്സുമാരാണ് സമരത്തിലുള്ളത്? ഏതെങ്കിലും തരത്തിൽ ആശുപത്രികളുടെ പ്രവർത്തനത്തെ സമരം ബാധിക്കുന്നുണ്ടോ വിപിൻ? അശ്മി, തീർച്ചയായിട്ടും ഇവിടുത്തെ ആശുപത്രികളെയും സ്വകാര്യ ആശുപത്രികളെ പ്രത്യേകിച്ച് ഈ ഒരു സമരം ബാധിച്ചിട്ടുണ്ട്. കാരണം 1/3 സ്റ്റാഫുകൾ കുറയുമ്പോൾ സാധാരണഗതിയിൽ എല്ലാം മൾട്ടി ഹോസ്പിറ്റലുകളാണ് കൊച്ചിയെ സംബന്ധിച്ച് പറയുമ്പോൾ ആ ഹോസ്പിറ്റലുകളുടെ പ്രവർത്തനത്തെ, അത് ഓപ്പറേഷൻ തിയേറ്റർ ആയിക്കോട്ടെ, വെന്റിലേറ്റർ സൗകര്യം, ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്ന സ്റ്റാഫുകളിൽ നിന്ന് അത് 1/3 കുറഞ്ഞിരിക്കുന്നു. ആ ഒരു കുറവ് അത് സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ഏകദേശം 1000-ഓളം സ്റ്റാഫുമാർ ഇപ്പോൾ സമരത്തിലാണ് എന്നുള്ളതാണ് പറയുന്നത്. എൻ്റെ കൂടെ 2 സ്റ്റാഫുമാരുണ്ട്. റാസ്റ്റർ മെഡിസിറ്റിയിലാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രവർത്തനത്തെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്, എവിടെയൊക്കെയാണ്? അപ്പോൾ നിങ്ങൾ എന്താണ് ഇപ്പോൾ എങ്ങനെയാണ് വർക്കിൻ്റെ ഒരു സ്വഭാവം? ഞങ്ങൾ ഇവിടുന്ന് 1000-ലധികം സ്റ്റാഫുകളാണ് പോയിരിക്കുന്നത്. ഞങ്ങൾ ഡബിൾ ഡ്യൂട്ടിയൊക്കെ ചെയ്തിട്ടാണ് ഇന്ന് നമ്മളിവിടെ ഡ്യൂട്ടി റൺ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഓപ്പറേഷൻ തിയേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട് ഇല്ല. വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിനെയും വലിയ ക്രിട്ടിക്കലായിട്ട് കിടക്കുന്ന പേഷ്യൻസിനെയാണ് നമ്മൾ നോക്കുന്നത്. ഒരു പേഷ്യൻസിനെയും നമ്മളിവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് വിട്ടിട്ടില്ല, എല്ലാവരും ഉണ്ട്. പക്ഷേ നമ്മൾ ഡബിൾ ഡ്യൂട്ടിയും നമ്മൾ നിൽക്കുന്ന സ്റ്റാഫിന് അത്രത്തോളം സ്ട്രെയിൻ കൊടുത്താണ് നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത്. എത്രയും വേഗം ഇതിലൊരു തീരുമാനം ഉണ്ടാവണം. എത്രയും വേഗം ഇതിലൊരു തീരുമാനം ഉണ്ടാവണം. ഞങ്ങൾ ബേസിക്കായിട്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾക്ക് വലിയ ആർഭാട ജീവിതത്തിന് വേണ്ടിയിട്ടല്ല. ബേസിക് സാലറി 40,000 തരണമെന്ന് പറഞ്ഞാൽ ആ 20,000 തന്നിട്ട് 8 വർഷം കഴിഞ്ഞു. ആ വർഷത്തിനുള്ളിൽ അവർ പെട്രോളിൻ്റെ കാശ് തന്നെ നോക്കിയാൽ മതി എത്രത്തോളം. ഞങ്ങൾ 1000 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് വന്നാൽ ഇന്ന് 3000-4000 പെട്രോൾ അടിച്ചാലേ ഞങ്ങൾക്ക് ഡ്യൂട്ടി സ്ഥലത്ത് വരാൻ പോലും പറ്റുള്ളൂ. ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനും അമ്മയും നോക്കണം, ഞങ്ങളുടെ മക്കളെ നോക്കണം. ഇതെല്ലാം ഞങ്ങളാണ് ഒരു വീട്ടിൽ എന്താണ് ബ്രെഡ് വീനർ എന്ന് പറയുന്നത് ഞങ്ങളാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവരെ എല്ലാം നോക്കണം. ഞങ്ങൾ പുറത്തു പോയാലേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊരു സാഹചര്യം ഇവിടുത്തെ ഗവൺമെൻറ് ഒഴിവാക്കി തരണം. ഞങ്ങൾക്ക് ഇവിടെയും ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കണം. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങളിത് ചോദിക്കുന്നത്. പല മാനേജ്മെന്റുകളും ഇതിന് തയ്യാറായിട്ടുണ്ടോ? നിങ്ങൾ ഇവിടെ സംസാരിക്കുമ്പോഴൊക്കെ എന്താണ് പൊതുവെ പറയുന്നത്? അതെ, പല മാനേജ്മെൻറ്റും ഇതിന് തയ്യാറായിട്ടുണ്ട്. പക്ഷേ നമുക്ക് വേണ്ടത് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്ന് ഒരു ഉത്തരവാണ് വേണ്ടത്. ഞങ്ങൾക്ക് തരാം 40,000 ബേസിക് സാലറി ഞങ്ങൾക്ക് തരാം എന്നുള്ളൊരു ഉത്തരവ് ഞങ്ങൾക്ക് വേണം. ഒരു മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള സ്റ്റാഫുകൾക്കല്ല, ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ നഴ്സസിനും ഒരുപോലെ കിട്ടണം. ഞങ്ങളൊരു സമൂഹമായിട്ടാണ് ഇറങ്ങുന്നത്. എല്ലാവർക്കും ഒരുപോലെ കിട്ടണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇപ്പോൾ പ്രവർത്തനത്തെ ബാധിക്കാത്ത രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ ബുദ്ധിമുട്ടിയാലും നമ്മുടെ പേഷ്യൻസിന് ഒരു ബുദ്ധിമുട്ട് വരരുത് എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഡബിൾ ഡ്യൂട്ടി ആവട്ടെ 12 to 13 hours നമ്മളെ തന്നെ സ്ട്രെയിൻ ചെയ്തിട്ട് ഫുഡോ വെള്ളമോ ഇല്ലാണ്ട് സ്ട്രെയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഡ്യൂട്ടി ചെയ്യുന്നത്. അപ്പോഴും നമ്മുടെ പേഷ്യൻസിനെ മാക്സിമം കെയർ ചെയ്യുക. അപ്പോൾ ഗവൺമെൻറ് നമ്മുടെയും കൂടി ഒരു സൈഡ് കാണണം എന്നാണ് നമ്മുടെ ഒരു അഭ്യർത്ഥന. ഒരു 2018 അതിലൊരു വർധനവുണ്ടായിരുന്നല്ലോ, ശമ്പള വർധനവ്. അതിനുശേഷം പിന്നീട് ഒരു മാറ്റവും അതിൽ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. സാലറിക്ക് മാറ്റം വന്നിട്ടില്ല. 20,000 ആണ് അന്ന് ബേസിക്ക് തന്നെങ്കിലും 200-300 രൂപയാണ് ആ ബേസിക് സാലറിയിൽ വ്യത്യാസം വരുന്നത്. അതാണ് ഞങ്ങൾ കൂടുതലായിട്ട് ചോദിക്കുന്നത്. യെസ് ആശ്മി, കൃത്യമാണ്. അപ്പോൾ ഇവിടുത്തെ പ്രവർത്തനങ്ങളെ ബാധിക്കാതെ ഇവർ ഡബിൾ ഡ്യൂട്ടി അടക്കം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ സമരം കടുപ്പിക്കാൻ തന്നെയാണ്, ഇതിലൊരു തീരുമാനം ഉണ്ടാവുന്നതുവരെ സമരം കടുപ്പിക്കാൻ തന്നെ നഴ്സുമാർ തീരുമാനിക്കുന്നു. അത് കൊച്ചിയിലെ ആശുപത്രികളെയും ബാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ചിത്രം. ആശ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.